സമൂഹത്തിൽ നമ്മളെ നയിക്കാൻ ഗുരുക്കന്മാരുണ്ടാകും. അതുകൊണ്ടൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരിക്കൽ ഒരു രാജാവ് പ്രജാക്ഷേമത്തിനായി വേഷപ്രച്ഛന്നനായി നാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. എൻ്റെ പേര് മേരി സാനിയ ജെയിംസ്. എൻ്റെ വീട് ഏലൂർ നോർത്തിലാണ്. ഞാൻ പഠിക്കുന്ന സ്കൂൾ ഗവൺമെൻറ് HSS ഏലൂർ. മറ്റെല്ലാവരും അവർക്ക് വേണ്ടി ഒരു മനോഹരമായ കയ്യടി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ഒരു രാജ്യത്തെ കടന്നാക്രമിച്ചിട്ടില്ല. ഏതെങ്കിലും ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടോ? പക്ഷേ ഇങ്ങോട്ട് വന്ന ഒരു ശത്രുവിനെ പോലും വിടമാട്ടെ. ഇന്ത്യ എന്ന അഹങ്കാരമുണ്ടാകാൻ ഋഷിയായി ജീവിച്ച അബ്ദുൽ കലാം സന്തോഷകരമായ ആ അനുഭവത്തിലൂടെ എല്ലാവരും വീണ്ടും ഒന്ന് കടന്നു പോവുക. ഇപ്പോൾ നമ്മൾ ഒരു മെഡിറ്റേഷനിലൂടെയാണ് കടന്നുപോയത്. ലോകത്തിൽ വിജയിച്ചിട്ടുള്ളവർ എല്ലാവരും മനസ്സിൻ്റെ അമൂല്യമായ കഴിവുകളെ കണ്ടെത്തി പ്രയോജനപ്പെടുത്തിയവരാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കുവാനുള്ള കഴിവ് ഉണ്ടാക്കുന്നതോടുകൂടി നമുക്ക് പുതിയ ചില കാര്യങ്ങളെ കണ്ടുപിടിക്കുവാൻ സാധിക്കും. പാരൻസ് ഒരിക്കലും നമ്മൾക്ക് നടക്കാതെ പോയ സ്വപ്നം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത്. നിരന്തരമായ റാങ്ക് ഹോൾഡറാണ്. നമ്മുടെ ഡിഗ്രിക്കും MAയ്ക്കും എല്ലാം RLവിൽ റാങ്ക് വാങ്ങിച്ച ആളാണ്. ഇതൊരു ശീലമാണ് റാങ്ക് വാങ്ങിക്കുന്നത്. അടുത്തതായിട്ട് ടാലന്റ് അവാർഡ് റൈറ്റർ, നമ്മുടെ നവോദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മെമ്പറും ആയുർവേദത്തിന്റെ ആചാര്യനും കൂടിയായ ബിജിൻലാൽ സാറിനെ ഉപഹാരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു.